ദൈവത്തിൻ്റെ കൃപയാൽ വിവിധ ഇടങ്ങളിലായിരിക്കുന്ന നമുക്ക് ദൈവവചനത്തിൻ്റെ മുൻപാകെ ഇന്ന് ഇങ്ങനെ ഈ ഒരു ദിവസം കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നല്ലോ. അവൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. എവിടെയായിരുന്നാലും കർത്താവിൻ്റെ കൃപയുടെ തണലിൽ ആയിരിക്കുന്നത് ഒരു ഭാഗ്യമാണ്. അവൻ നമ്മെ ഇത്രത്തോളം സൂക്ഷിക്കുകയും കരുതുകയും ചെയ്തു. ഇത്രത്തോളം കർത്താവ് നമ്മെ കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ വലിയ കൃപകൾക്കായി അവൻ്റെ സഹായങ്ങൾക്കും അവൻ്റെ കരുതലിനുമായിട്ട് നമുക്ക് നന്ദി പറയാം. കൊലോസ്യ ലേഖനത്തിൽ നിന്നും ആണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും നമ്മൾ ചിന്തിച്ചത്. അതിൻ്റെ 3-ാം അധ്യായത്തിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്. 3-ാം അധ്യായത്തിൻ്റെ 3 ഭാഗങ്ങൾ അതുമായി ബന്ധപ്പെടുത്തി 3 കാര്യങ്ങൾ 3-ാം അധ്യായം പൂർത്തിയായില്ല എങ്കിലും അതിൻ്റെ 17-ാമത്തെ വാക്യം വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കണ്ടു ക്രിസ്തുവിലുള്ള നമ്മളുടെ സ്ഥാനം, ആ ഒരു പുതിയ സ്ഥാനം അത് എപ്രകാരമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. നമ്മളുടെ ജീവിതത്തിന് ഒരു പുതിയ ദിശ നൽകുന്നതാണ് ക്രിസ്തു. ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ എന്ന് പറഞ്ഞ് നമ്മളുടെ ജീവിതത്തിന് ഒരു ദിശാബോധം നൽകുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ എന്നെല്ലാം പറഞ്ഞ് ഒരു വിശ്വാസിയുടെ നോട്ടം അത് ഉയരത്തിലേക്കായിരിക്കാൻ, സ്വർഗീയമായതിലേക്കായിരിക്കാൻ, അതിനെ നോക്കി സഞ്ചരിപ്പാനും ഓടുവാനും ആ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തി. പിന്നീട് നമ്മൾ അതിൻ്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുവാൻ ഉള്ളതായ ഒരു ആഹ്വാനം പൗലോസ് ആ ഭാഗത്തിലൂടെ നമുക്ക് നൽകുന്നു. ആ പഴയ മനുഷ്യനെ മരിപ്പിപ്പീൻ, വിട്ടുകളവിൻ എന്നെല്ലാമുള്ള പദങ്ങൾ ഉപയോഗിച്ച് അതിലേക്ക് വിശ്വാസികളായ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നതായിട്ട് നമുക്ക് ആ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളയണം. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുക എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളയണം എന്നുള്ളതാണ് അവിടെ നിന്നും നമ്മൾ വായിക്കുന്നത്. ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെയുള്ളതിനെ മരിപ്പിപ്പാനും മനോഭാവങ്ങൾ, കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം, ഇങ്ങനെയുള്ള വിട്ടുകളയുവാൻ, ഇതെല്ലാം പഴയ മനുഷ്യന്റെ പ്രകൃതിയാണ്. പഴയ മനുഷ്യന്റെ സവിശേഷതകളാണ് ഇതെല്ലാം. ഈ പഴയ മനുഷ്യന്റെ സവിശേഷതകൾ അല്ലെ, ആ പഴയ മനുഷ്യനെ ആ പ്രവൃത്തികളോട് കൂടെ ഉരിഞ്ഞു കളഞ്ഞിട്ട് പുതിയതിനെ ധരിക്കുവാനുള്ള ആഹ്വാനം നമ്മൾ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടു. ആ പുതിയ മനുഷ്യന്റെ പ്രത്യേകതകളായിട്ട് നമ്മൾ കഴിഞ്ഞ മാസത്തിൽ നമ്മൾ ചിന്തിച്ചത് മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ, അന്യോന്യം പൊറുക്കുക, തമ്മിൽ ക്ഷമിക്കുക, സ്നേഹം,
സമാധാനം, നന്ദി. ഇങ്ങനെയുള്ള ആ പുതിയ മനുഷ്യന്റെ പ്രത്യേകതകളെ പറ്റിയിട്ട് നമ്മൾ വിവരിക്കുകയുണ്ടായി. അങ്ങനെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുവാനുള്ള ആഹ്വാനം നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്തുവല്ലോ. ഇന്ന് നമ്മൾ കടന്നു വരുന്നത് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ നിന്നാണ്. പഴയതിനെ ഉരിഞ്ഞ് പുതിയതിനെ ധരിച്ച് അപ്രകാരം ജീവിതം കടന്നു വരുമ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, അവന്റെ ദൈനംദിന ജീവിതത്തിൽ പ്രകടമാകുന്ന മാറ്റങ്ങളെയാണ് പിന്നീടുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പുതിയ ജീവിതം കടന്നു വരുമ്പോൾ പുതിയ പെരുമാറ്റം കടന്നു വരുന്നു. പുതിയ ജീവിതത്തിൽ ആ പുതിയ മനുഷ്യനെ ധരിക്കുമ്പോൾ പുതിയ പെരുമാറ്റങ്ങൾ അവനിൽ രൂപപ്പെടുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഏതൊക്കെ ഇടങ്ങളിലാണ് ഈ വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുക എന്നുള്ളത് പൗലോസ് ഓരോ കാറ്റഗറി തിരിച്ചിട്ട് അവൻ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്നുള്ളത് പ്രവൃത്തിയിലുള്ള, പെരുമാറ്റത്തിലുള്ള വ്യത്യാസം കടന്നു വരുന്നത് ഒന്നാമതായിട്ട് ഭവനത്തിലാണ്. 18-ാമത്തെ വാക്യം മുതൽ 3-ാം അധ്യായം 18-ാമത്തെ വാക്യം മുതൽ 21-ാമത്തെ വാക്യം വരെയും വായിക്കുമ്പോൾ ഭവനത്തിൽ പരസ്പരമുള്ള ബന്ധങ്ങളിൽ എപ്രകാരമായിരിക്കണം, എങ്ങനെ പെരുമാറണം എന്നുള്ളത് പൗലോസ് ഇവിടെ നമ്മളോട് പറയുകയാണ്. ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങും. ആദ്യത്തെ ഉപദേശം ഭാര്യമാരോടാണ് നൽകുന്നത്. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണം, മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണം, കൂടാതെ ഉടമസ്ഥൻ ദാസൻ, യജമാനൻ ദാസൻ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, ഇതെല്ലാം വിശ്വാസിക്ക് അർത്ഥശങ്കയില്ലാതെ കൃത്യമായി മനസ്സിലാക്കുവാൻ പൗലോസ് അത് ഓരോന്നും എടുത്ത് വിവരിച്ച് പറയുന്നുണ്ട്. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണം, ഈ ബന്ധം എങ്ങനെ ശരിയാകണം, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നത്തിന്റെ നടുവിൽ ഞാൻ എന്ത് സമീപനം സ്വീകരിക്കണം എന്നുള്ള ചില ചോദ്യങ്ങൾക്ക് മുന്നിൽ ഈ ചിന്തകൾ അതിന് ഉത്തരം കണ്ടെത്തുവാനായിട്ട് നമ്മെ സഹായിക്കും. പ്രായോഗിക ജീവിതത്തിൽ ദൈവവചനം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചില ഉപദേശങ്ങൾ, ചില മാർഗരേഖകളാണ് ഈ ഭാഗത്തു നിന്നും വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. ഭാര്യമാരോടായിട്ട് പറയുന്നത്, ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവിൻ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. കീഴടങ്ങുക. പലപ്പോഴും ഇന്നത്തെ കാലത്ത് ചിന്തിക്കുമ്പോൾ കീഴടങ്ങുക എന്നുള്ളത് ഏറെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അതിന് നമ്മൾ എങ്ങനെ വീക്ഷിക്കുന്നു, എന്തർത്ഥമാണ് ഈ പദത്തിന് കൊടുക്കുന്നത് എന്നുള്ളതാണ് അവിടെ പ്രസക്തമായിട്ടുള്ളത്. അതൊരു അപകർഷതയല്ല, അതൊരു കുറഞ്ഞ സ്ഥാനം എന്ന് കണക്കാക്കേണ്ടതില്ല.
പരസ്പര സഹകരണം, ദൈവം അതിന് കൽപ്പിച്ചതായ ഒരു ക്രമം, സഹകരണം, ബഹുമാനം, ഇതെല്ലാമാണ് ആ പദത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവിന് ഉചിതമാകും വണ്ണം കീഴടങ്ങുക എന്നുള്ളതാണ്. നമ്മൾ കീഴടങ്ങുന്നത്, ഭാര്യമാർ കീഴടങ്ങുന്നത് ഒരു ദുരുപയോഗത്തിനോ പാപത്തിനോ ആകാതെ കർത്താവിന് യോഗ്യമാം വണ്ണം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒരു പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഒരു കാര്യത്തെപ്പറ്റി രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകാം. ഒരാൾക്ക് നമ്മുടേതല്ലാത്ത മറ്റൊരു അഭിപ്രായം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതൊരു ഇഷ്ടക്കുറവായി കണക്കാക്കേണ്ടതില്ല. മറ്റൊരു അഭിപ്രായമുണ്ട് എന്നുള്ളത് കൊണ്ട് അതൊരു ധിക്കാരമായിട്ട് കണക്കാക്കേണ്ടതില്ല. അഭിപ്രായങ്ങൾ പലതാണെങ്കിൽ പോലും ഒടുവിൽ ബഹുമാനപൂർവം നന്മയായിട്ടുള്ളത്, കർത്താവിന് യോഗ്യമായിട്ടുള്ളത് അത് സ്വീകരിക്കാൻ സാധിക്കുന്നതിനെയാണ് വിധേയത്വം എന്ന് പറയുന്നത്. ആധിപത്യത്തെക്കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്, ഐക്യത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. നമുക്കറിയാം, ഒരു രണ്ടുപേരും ഒരുമിച്ച് ഡാൻസ് കളിക്കുകയാണെങ്കിൽ, നൃത്തം ചെയ്യുകയാണെങ്കിൽ, ഓരോരുത്തരും കളിക്കുന്നത് ചിലപ്പോൾ പല പല ചുവടുകളായിരിക്കും വെക്കുന്നത്. പക്ഷെ അതിനൊരു ഐക്യതയുണ്ട്, അതിനൊരു ഹാർമണിയുണ്ട്. അത് ഒരുമിച്ച് ചേരുമ്പോഴാണ് അതിൻ്റെ ആസ്വാദനം. എന്ന് പറയും പോലെ തുല്യരാണ്, വില കുറവാണെന്ന് ചിന്തിക്കേണ്ടതില്ല. കർത്താവിന് യോഗ്യമാം വണ്ണം ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുന്നതിനെ കുറിച്ച്, ഐക്യതയിൽ മുന്നോട്ട് പോകേണ്ടതിനെ കുറിച്ചും അതിനൊരു സ്ട്രക്ചറാണ് ക്രിസ്തീയ ഗോളത്തിൽ ദൈവവചനം നമ്മളോട് അനുശാസിക്കുന്നത്. അടുത്തത് തുടർന്ന് പറയുന്നത് 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവരോട് കൈപ്പായി ഇരിക്കുകയും അരുത്. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, അവരെ സ്നേഹിക്കുക. രണ്ട്, അവരോട് കൈപ്പായി ഇരിക്കരുത്. ഇംഗ്ലീഷിൽ അതിന് ഉപയോഗിച്ചിട്ടുള്ള പദം കൈപ്പായി ഇരിക്കരുത് എന്നുള്ളതിന് ഹാർഷ്നെസ് എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഭാര്യ ഭർത്താവിന് വിധേയപ്പെടുമ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ആ ഒരു സമീപനം ഉണ്ടാകുമ്പോൾ മറുഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന സമീപനമാണ് സ്നേഹം. ഇത് രണ്ടും ഒരേ സമയത്ത് ഒരേപോലെ കൊടുക്കുന്നതാണ്. പലപ്പോഴും കയറി വരുന്നത് നമ്മളുടെ ഈഗോയാണ് പലപ്പോഴും പ്രയാസം സൃഷ്ടിക്കുന്നത്. ഒരാൾ വിചാരിക്കും അയാൾ സ്നേഹിക്കട്ടെ, എന്നിട്ട് ഞാൻ വിധേയപ്പെടാം എന്ന് ഒരു വശത്തു നിന്ന് ചിന്തിക്കും. മറ്റേ വശത്തു നിന്ന് ചിന്തിക്കും ആദ്യം അവൾ വിധേയപ്പെടട്ടെ, എന്നിട്ട് ഞാൻ സ്നേഹിക്കാം എന്ന് ചിന്തിക്കും. ഇവിടെയാണ് പരസ്പരം വിട്ടുകൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത വരുന്നത്. അത് രണ്ടും ഒരേ സമയത്ത് ചെയ്യേണ്ട ഒന്നാണ്. ഒരേ സമയം ഇത് രണ്ടും നൽകപ്പെടേണ്ട ഒന്നാണ്. ഇവിടെ ഭർത്താക്കന്മാരോടുള്ള ഉപദേശം എന്നുള്ളത്, മാർഗനിർദ്ദേശം എന്നുള്ളത്, ഭാര്യമാരെ സ്നേഹിക്കുക, ലവ് യുവർ വൈഫ്സ് ആൻഡ് ഡു നോട്ട് ബി ഹാർഷ് വിത്ത്. അവരോട് ക്രൂരമായിട്ട് അവരോട് പെരുമാറരുത്. വൈകാരികമായ ക്രൂരത അവരോട് കാണിക്കരുത്. അവരെ ഒരുപാട് അങ്ങ് അവഗണിക്കരുത്. ഒരുപാട് നിയന്ത്രിക്കാനുള്ള ശ്രമം നടത്തരുത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അവഗണിക്കുന്നത്, നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്, വൈകാരികമായ ക്രൂരത കാണിക്കുന്നത്, ഇതെല്ലാം ഈ കാഠിന്യത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എപ്പോഴും സ്നേഹവാനായ ഒരു ഭർത്താവ്
ഭാര്യയുടെ ക്ഷേമത്തിനായിട്ട് ശ്രദ്ധിക്കുകയും അവരുടെ ക്ഷേമം ചോദിക്കുകയും സ്വന്തം വ്യക്തിപരമായ പ്രയാസങ്ങൾക്കപ്പുറം കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ സുഖസൗകര്യങ്ങളിലേക്ക് സ്വന്തം സുഖസൗകര്യങ്ങളെക്കാൾ ഉപരി അതിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഈ ഭാഗത്ത് നിന്നും മനസ്സിലാക്കാം. അപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പുതിയ മനുഷ്യനെ ധരിക്കുമ്പോൾ, പുതിയ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ ബന്ധത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളാണ് ഇവിടെ ഈ ഭാഗത്ത് നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഭാര്യ ഭർത്താവിന് വിധേയപ്പെടുമ്പോൾ ഭർത്താവ് ഭാര്യയെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്നു. മൂന്നാമതായിട്ടുള്ള ഉപദേശം എന്നുള്ളത് അവിടെ 20-ാമത്തെ വാക്യത്തിൽ മക്കളെ എന്ന് പറഞ്ഞ് മക്കൾക്കുള്ള ഉപദേശമാണ് തുടർന്ന് നമ്മൾ വായിക്കുന്നത്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ, ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരം അല്ലോ. അനുസരണം എന്നുള്ളത് ദൈവവചന അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അനുസരണം എന്നുള്ളത് അതൊരു ആത്മീയതയുടെ ലക്ഷണമാണ്. അനുസരണം എങ്ങനെയാണ് ക്രിസ്തുവിനെ അനുസരിക്കാൻ പഠിക്കുന്നത്? എങ്ങനെയാണ് ദൈവത്തെ അനുസരിക്കാൻ പഠിക്കുന്നത്? മാതാപിതാക്കളെ അനുസരിക്കുമ്പോഴാണ്. അത് അതിൻ്റെ ഒരു ട്രെയിനിങ് ആണ്. നമ്മൾ ദൈവത്തെ അനുസരിക്കാൻ നമ്മൾ പഠിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള ഒരു കാര്യമാണ് അനുസരണം എന്നുള്ളത്. മക്കൾക്ക് കൊടുക്കാനുള്ള, മക്കളോടുള്ള ഉപദേശം ഇതാണ്. മക്കളെ, നിങ്ങൾ അമ്മയപ്പന്മാരെ നിങ്ങൾ അനുസരിക്കുക. തുടർന്ന് നമ്മൾ താഴേക്ക് കടന്നു വരുമ്പോൾ അടുത്തത് മാതാപിതാക്കളോടുള്ള ഉപദേശമാണ്. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. ഡു നോട്ട് പ്രൊവോക്ക് യുവർ ചിൽഡ്രൻ എന്നാണ് അവിടെ പറയുന്നത്. അവരെ പ്രൊവോക്ക് ചെയ്യരുത്. പലപ്പോഴും മാതാപിതാക്കൾ മക്കളെ പ്രകോപിപ്പിക്കാനായിട്ട് ഓരോന്നും പറയുന്നതും ചെയ്യുന്നതും കാണുവാനായിട്ട് സാധിക്കും. ചിലപ്പോൾ അതിൻ്റെ ചില രീതികൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ അത് അമിതമായ വിമർശനമായിരിക്കാം. അവരെന്ത് ചെയ്താലും എങ്ങനെ ചെയ്താലും അതിന് വിമർശനങ്ങൾ നമ്മൾ കണ്ടെത്തും. അത് അങ്ങനെ ചെയ്താൽ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്, ഇത് ഇങ്ങനെ ചെയ്താൽ അതിനൊരു പ്രശ്നമുണ്ട്. അങ്ങനെ അമിതമായ വിമർശനം അത് അതിനെ കോപിപ്പിക്കുവാൻ ഉള്ളൊരു വഴി ഉണ്ടാക്കുന്നതാണ്. മറ്റൊന്നും മക്കളെ കോപിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത്, ചില മാതാപിതാക്കൾ മക്കളിൽ നിന്നും അമിതമായ പ്രതീക്ഷകൾ വയ്ക്കും. അമിതമായ പ്രതീക്ഷകൾ വയ്ക്കുമ്പോൾ മക്കൾക്ക് പലപ്പോഴും അതിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല. പ്രത്യേകിച്ച് നമുക്കിത് നമുക്ക് കുട്ടികൾ അവരുടെ പരീക്ഷയും അവരുടെ വിദ്യാഭ്യാസവും ഒക്കെ കടന്നു വരുമ്പോൾ ഇത് നമുക്ക് പ്രത്യേകം കാണുവാനായിട്ട് സാധിക്കും. ഒരുപാട് എക്സ്പെക്ടേഷൻസ് വയ്ക്കും. എന്നാൽ അതിനുള്ള കഴിവും ആ ശേഷിയും കുട്ടിക്ക് ഉണ്ടോ എന്നുള്ളത് ഒരു പ്രശ്നമല്ല. അമിതമായ പ്രതീക്ഷകൾ അത് മക്കളിൽ കോപം ജനിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷപാതം കാണിക്കുക, മക്കളിൽ ചിലരോട് കൂടുതൽ സ്നേഹം, ചിലരോട് തീരെ സ്നേഹം കാണിക്കാത്ത രീതി. ഒരേ കാര്യം തന്നെ ഒരാൾ ചെയ്യുമ്പോൾ അതിന് പ്രശ്നമില്ല, മറ്റേയാൾ അത് ചെയ്യുമ്പോൾ അത് പ്രശ്നമാണ്. ഇപ്രകാരം പക്ഷപാതം കാണിക്കുന്നത്
ചില കാര്യങ്ങൾ നമ്മളത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ നിൽക്കില്ല. എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളത് തെറ്റാണെന്ന് പറയും. എന്നാൽ അതേ കാര്യം തന്നെ വേറെ സമയത്ത് ചെയ്യുമ്പോൾ അത് ഓക്കെ ആണെന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ മക്കൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അമിതമായ വിമർശനം, പൊരുത്തക്കേടായിട്ട് നമ്മൾ സംസാരിക്കുന്നത്, അമിതമായ പ്രതീക്ഷകൾ നമ്മൾ വെക്കുന്നത്, മക്കളോട് പക്ഷപാതത്തോടെ പെരുമാറുന്നത്, ഇപ്രകാരമുള്ള കാര്യങ്ങൾ അത് കുട്ടികളുടെ വളർച്ചയെയും അവരെ കോപിപ്പിക്കുവാനും ഇടയാകും എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു ചെടി, ആ ചെടിയെ നമ്മൾ അതിൻ്റെ ആ ഗ്രോയിങ് പീരീഡ് ഉണ്ട്, അവിടെ അതിനെ ബെൻഡ് ചെയ്ത് കളഞ്ഞാൽ അത് അതിൻ്റെ വളർച്ചയെ മൊത്തം അത് ബാധിക്കും എന്ന് നമുക്കറിയാം. ഇപ്രകാരം ദൈവവചനം നമ്മളോട് ഉപദേശിക്കുന്നത് മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ മാതാപിതാക്കൾ മക്കളെ കോപിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ ഈ ഭാഗത്ത് നിന്നും നമ്മളോട് പറയുന്നു. അപ്പോൾ ഒരു കുടുംബത്തിൽ എങ്ങനെ ഈ പുതിയ മനുഷ്യനെ ധരിച്ച് വരുന്നവരായ വിശ്വാസികൾ തങ്ങളുടെ കുടുംബത്തിൽ എപ്രകാരം പെരുമാറണമെന്ന് ഓരോ റോൾ എടുത്തും അവിടെ നമ്മളോട് പറഞ്ഞു തരികയാണ്. ജീവിതത്തിൽ ഈ ഓരോ റോളുകളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. മക്കൾ എന്ന പദവി എന്ന നമ്മളുടെ റോളുണ്ട്, പേരൻസ് എന്നുള്ള നമ്മളുടെ റോളുണ്ട്, ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് എന്ന നമ്മളുടെ റോളുണ്ട്. ഈ റോളുകൾ നമ്മൾ നിർവഹിക്കുമ്പോൾ അതിൻ്റെ ഒരു അടിത്തറ അത് പാകുവാൻ ഈ ഭാഗം നമ്മളെ ഏറെ സഹായിക്കുന്നു. വീണ്ടും നമ്മൾ അതിൻ്റെ താഴേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ജോലി സ്ഥലത്ത് നമുക്ക് എങ്ങനെ ഇത് പ്രായോഗികമായിട്ട് എപ്രകാരം നമ്മൾ പെരുമാറണം എന്നുള്ളതാണ് തുടർന്നുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നത്. 3-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം മുതൽ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വരെയുള്ള ഭാഗങ്ങൾ ഒരു ജോലി സ്ഥലത്ത് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതാണ് അവിടെ നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ കണ്ടു പുതിയ ജീവിതം, പുതിയ പെരുമാറ്റം. അത് ഭവനത്തിൽ എപ്രകാരമാണ് എന്നുള്ളത് 3-ാം അധ്യായത്തിന്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലും, ജോലി സ്ഥലത്ത് എപ്രകാരമായിരിക്കണം എന്നുള്ളത് 3-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം മുതൽ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വരെയും നമുക്കവിടെ കാണാം. 3-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം, ദാസന്മാരെ ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പിൻ, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പിൻ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതൊരു ദൃഷ്ടിസേവയല്ല, മറ്റുള്ളവർ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. കർത്താവിനെന്ന പോലെ കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് അപ്രകാരം നമ്മൾ അവരെ അനുസരിക്കണം എന്നുള്ളത് ഇവിടെ പറയുകയാണ്. ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പിൻ, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ തന്നെ അനുസരിക്കേണ്ടതാകുന്നു. നമുക്കറിയാം, ഒരു ക്യാമറ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ അതീവ ശ്രദ്ധാലുക്കളാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അതിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ക്യാമറയുണ്ട്. നമ്മൾ ഓരോ സെഷൻസ് എടുക്കുമ്പോഴെല്ലാം ചുറ്റിലും ക്യാമറയാണ്. അപ്പോൾ ക്യാമറ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജോലി ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന കാര്യം കർത്താവിന് എന്ന പോലെ ചെയ്താൽ അതിൻ്റെ ഡബിൾ ബെനിഫിറ്റ് ആണ് ഉള്ളത്. ഒന്ന്, അതിന് പ്രതിഫലം തരുന്ന ഒരു കർത്താവിനുണ്ട്.
കാരണം നമ്മൾ അത് കർത്താവിന് എന്നതുപോലെയാണ് ചെയ്യുന്നത്. 2, യജമാനന്മാർക്ക് ഇഷ്ടം എപ്പോഴും അവർ യജമാനന്മാർ പറയുന്നത് അനുസരിക്കുന്നതാണ് യജമാനന്മാർക്ക് ഇഷ്ടം. അല്ലെങ്കിൽ അവർ എങ്ങനെ പ്രവർത്തിക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് യജമാനന്മാർക്ക് എപ്പോഴും ഹൃദ്യമായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ദാസൻ എന്ത് ചെയ്യണം? ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിക്കുക. പ്രിയമുള്ളവരെ, ചിലപ്പോൾ നമുക്ക് പല കുറുക്കു വഴികളും എളുപ്പ വഴികളും ഒക്കെ നമുക്ക് തോന്നും. എങ്കിലും യജമാനന്മാരെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് ദാസനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ഇടങ്ങളിൽ ചില യജമാനന്മാരുണ്ട്. നമ്മളെ നോക്കി നടത്തുന്ന ചില യജമാനന്മാരുണ്ട്. എങ്ങനെയാണ് അവരുടെ നിർദ്ദേശങ്ങളിലും അവർ നമ്മളോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളിലും നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ സാധിക്കാറുണ്ടോ? ഒന്ന് വിശകലനം ചെയ്യാൻ സാധിക്കാറുണ്ടോ? ഞാൻ അല്ലെങ്കിൽ എന്നോട് പറയപ്പെട്ട കാര്യം അത് ശരിയാണോ, ഞാൻ തിരുത്തേണ്ട ഒരു കാര്യമാണോ എന്ന് സ്വയം ചിന്തിക്കാൻ, വിധേയപ്പെടാൻ, സ്വയം ഒന്ന് വിമർശിക്കാൻ, ഒന്ന് കറക്റ്റ് ചെയ്യാൻ, തിരുത്താൻ നമുക്ക് സാധിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഭൂമിയിലുള്ള യജമാനന്മാരോട് നമ്മൾ ആയിരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, കർത്താവിനെന്ന പോലെ നമ്മൾ ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്നതും നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ളത്. അടുത്ത വാക്യം, 23-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. ഒരു കാര്യം എങ്ങനെ ചെയ്യണം? ചെയ്യുന്ന കാര്യം മനസ്സോടെ ചെയ്യണം. ആർക്കെന്ന പോലെ ചെയ്യണം? കർത്താവിനെന്ന പോലെ ചെയ്യണം. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ യജമാനൻ പറഞ്ഞിട്ടായിരിക്കാം നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ആ ചെയ്യുന്നത് നമ്മൾ കർത്താവിനെന്ന പോലെ ചെയ്താൽ, അത് മനസ്സോടെ ചെയ്താൽ, അത് കാണുന്ന ഒരു കർത്താവുണ്ട്. ചെയ്യുന്ന ഏത് ജോലിയും വിശുദ്ധമാകും. എപ്പോ? അത് കർത്താവിനെന്ന പോലെ ചെയ്താൽ ആ ജോലി വിശുദ്ധമാണ്. അതിന് നമ്മൾ ജോലി ചെയ്യുന്ന മേശപ്പുറവും ഒരു ആരാധനാ ഇടമായി മാറും. അവിടെ ചെയ്യുന്ന കാര്യം കർത്താവിനെന്ന പോലെ നമ്മൾ ചെയ്താൽ, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു മേശ പോലെ, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ഓഫീസ് പോലെ നമ്മളുടെ മേശപ്പുറവും നമ്മളുടെ ഓഫീസും ഒരു യാഗപീഠമായി തീരുവാൻ. അത് എങ്ങനെയാണ് അതൊരു യാഗപീഠമായി തീരുന്നത്? ചെയ്യുന്നത് കർത്താവിനെന്ന പോലെ നമ്മൾ ചെയ്യുമ്പോൾ ആ ചെയ്യുന്നത് ഒരു യാഗമായി തീരും. പ്രിയമുള്ളവരെ, ഇപ്രകാരം നമ്മൾ ചെയ്താൽ എന്താണ് അതിൻ്റെ പ്രതിഫലം? 24-ാമത്തെ വാക്യം: അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ. ഇപ്രകാരം നിങ്ങളുടെ യജമാനന്മാർ നിങ്ങൾക്ക് നൽകുന്ന ജോലികൾ അത് കർത്താവിനെന്ന പോലെ നമ്മൾ ചെയ്താൽ, ഒരുപക്ഷെയെങ്കിൽ ഭൂമിയിലെ നമ്മുടെ യജമാനന്, ഭൂമിയിലെ നമ്മളുടെ ഉടമസ്ഥന് ചിലപ്പോ അത് നമുക്ക് വേണ്ടതുപോലെ ഒരു പ്രതിഫലം നമുക്ക് തരാൻ ചിലപ്പോൾ സാധിച്ചില്ല എന്നിരിക്കും. എങ്കിലും ദൈവം ഒരിക്കലും തൻ്റെ വിശ്വസ്ത സേവനത്തെ, നമ്മുടെ വിശ്വസ്ത സേവനത്തെ ദൈവം ഒരിക്കലും മറക്കില്ല. ഇന്ന് എന്താണ് നമ്മൾ ചെയ്യുന്ന ജോലി? എന്താണ് നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ? എന്താണ്? ഒരുപക്ഷെ അടുക്കളയിലായിരിക്കാം, വീടിനകത്തായിരിക്കാം, പുറമെ ചെയ്യുന്ന മറ്റു ജോലികളാകാം, സുവിശേഷ വേലയാകാം. എന്ത് ചെയ്താലും ഭൂമിയിലെ നമ്മളുടെ യജമാനൻ അത് അവഗണിച്ചു പോയാലും, വേണ്ടതുപോലെ പരിഗണന തരാതെ പോയാലും, വേണ്ടതുപോലെ പ്രതിഫലം തരാതെ പോയാലും,
ചെയ്ത കാര്യം നാം മനസ്സോടെ ദൈവത്തിന് വേണ്ടി ചെയ്തതാണെങ്കിൽ ആ വിശ്വസ്തതയ്ക്ക് പ്രതിഫലം നൽകുന്നവനാണ് വലിയവനായ ദൈവം. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ, നമുക്ക് കിട്ടേണ്ട ബോണസ് ചിലപ്പോൾ നമുക്ക് കിട്ടാതെ പോയിരിക്കാം. പക്ഷെ എപ്പോഴും നാം കർത്താവിന് വേണ്ടിയാണ് നാം ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും അവൻ അതിന് പ്രതിഫലം നൽകും. അത് അവൻ്റെ സമയത്ത് അവൻ കൃത്യതയോടെ അവൻ്റെ ഭാഗം ചെയ്യും എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. തുടർന്ന് 25-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും, മുഖപക്ഷം ഇല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ പക്ഷപാതം എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല, ഒരു മുഖപക്ഷമില്ല. ദാസൻ യജമാനൻ എന്നുള്ള മുഖപക്ഷം കർത്താവിനില്ല, ദൈവത്തിനില്ല. അവന്റെ മുൻപിൽ എല്ലാവരും ഒരേപോലെയാണ്. യജമാനനെ നോക്കിയാലും ഈ യജമാനനും ആരുടെയൊക്കെയോ കീഴിലാണ്. ദാസനാണോ യജമാനനാണോ എന്നുള്ള മുഖപക്ഷമില്ല. അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അവരവർ കൃത്യതയോടെ നിർവഹിക്കുക, കർത്താവിനെന്ന പോലെ അത് ചെയ്യുക, കർത്താവിന് പ്രസാദകരമാകും വണ്ണം ചെയ്യുക. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെയാണ്: യജമാനന്മാരെ, നിങ്ങൾക്കും സ്വർഗത്തിൽ യജമാനൻ ഉണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പിക്കും. നീതിയും ന്യായവും ആചരിക്കുക. യജമാനന്മാർ തങ്ങളുടെ അധികാരം ദുർവിനിയോഗം ചെയ്യാതെ അത് ഒരു ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കി നീതിയോടും ന്യായത്തോടും പ്രവർത്തിക്കുക എന്നുള്ളതാണ് യജമാനന്മാർക്ക് ഉള്ള ഉപദേശം. പ്രിയമുള്ളവരെ, നമ്മൾ പലയിടങ്ങളിലൊക്കെ നമ്മൾ സ്കൂളിലേക്ക്, അല്ലെങ്കിൽ സ്കൂളിലെ പ്രിൻസിപ്പൽ എന്ന ഒരു തസ്തികയിൽ ഇരിക്കുന്നയാളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ, പലതരത്തിലുള്ള മേലധികാരികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ചിലയിടങ്ങളിൽ നമ്മളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന, ഭയങ്കരമായിട്ട് മോശപ്പെടുത്തുന്ന രീതികളിൽ നമുക്ക് കാണാം. ചിലയിടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്താലും ഒന്നും പറയാത്ത ചിലരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിലയിടങ്ങളിൽ അവർ സംസാരിക്കും, പക്ഷെ എന്നാലും സ്നേഹത്തിൽ നമ്മെ ചേർത്ത് നിർത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യജമാനന്മാർ പല രീതികളിലാണ്. ഇവിടെ പറയുന്നു, യജമാനന്മാർ എങ്ങനെ പ്രവർത്തിക്കണം? അവർ നീതിയോടും ന്യായത്തോടും കൂടെ തനിക്ക് മുകളിലും ഒരു യജമാനൻ ഉണ്ട് എന്നുള്ള ബോധ്യത്തോടെ നിലനിൽക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പ്രിയമുള്ളവരെ, യഥാർത്ഥ ക്രിസ്ത്യാനിത്വം എന്നുള്ളത് ഈ ബന്ധങ്ങളിലൊക്കെ പ്രകടമാകുന്നതാണ്. ഏതെല്ലാം ബന്ധങ്ങളിൽ നമ്മൾ പറഞ്ഞു? ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം, മക്കൾ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം, യജമാനൻ ദാസൻ തമ്മിലുള്ള ബന്ധം. ഈ ബന്ധങ്ങളിലെല്ലാം നമ്മൾ ഒരു വിശ്വാസിയാണ് എന്നുള്ളത്, നമ്മൾ പുതിയ മനുഷ്യനെ ധരിച്ച ഒരു വിശ്വാസിയാണ് എന്നുള്ളതെല്ലാം ഈ ബന്ധങ്ങളിലെല്ലാം പ്രകടമാകണം എന്നുള്ളത് ദൈവവചനം നമ്മെ അനുശാസിക്കുന്ന ഒന്നാണ്. എങ്ങനെയാണ് ഈ ബന്ധങ്ങളെല്ലാം ശരിയാകുന്നത്? അതിൻ്റെ മൂലഘടകം എന്നുള്ളത് ക്രിസ്തു നമ്മളെ ഭരിക്കുമ്പോൾ അത് നമ്മളുടെ കുടുംബജീവിതത്തിലും നമ്മളുടെ ജോലി സ്ഥലത്തും നമ്മളുടെ ബന്ധങ്ങളിലെല്ലാം ഇത് പ്രകടമാകും. പ്രിയമുള്ളവരെ, ക്രിസ്തു നമ്മളുടെ ഹൃദയങ്ങളിൽ വാഴാൻ, അവൻ നമ്മളുടെ ഹൃദയങ്ങളെ ഭരിക്കാനായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. വീണ്ടും നമ്മൾ 4-ാം അധ്യായത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, 4-ാം അധ്യായത്തിൽ ആകെ 18 വാക്യങ്ങളാണ് 4-ാം അധ്യായത്തിലുള്ളത്. ഇവിടെ ആദ്യമേ തന്നെ നമ്മൾ യജമാനന്മാരുടെ ആ കാര്യം പറഞ്ഞ ശേഷം 2-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ്: പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ,
എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മരണം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അപ്പോൾ മറ്റൊരു മാറ്റം കടന്നു വരുന്നത് പ്രാർത്ഥനയിലാണ്. അടുത്ത മാറ്റം കടന്നു വരുന്നത് ഭവനത്തിൽ വരുന്ന മാറ്റത്തെ പറ്റി നമ്മൾ കണ്ടു. ജോലിയിടത്തിൽ, ജോലി സ്ഥലത്ത് കടന്നു വരുന്ന മാറ്റം നമ്മൾ കണ്ടു. മൂന്നാമതായിട്ട് മാറ്റം കടന്നു വരുന്നത് പ്രാർത്ഥനാ ജീവിതത്തിലാണ് മാറ്റം കടന്നു വരുന്നത്. നമ്മുടെ പ്രാർത്ഥനയുടെ ചില സവിശേഷതകൾ നമ്മൾ വായിച്ച ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക എന്നുള്ളതാണ്. നിരന്തരമായ പ്രാർത്ഥന. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമ്മൾ ആശുപത്രിയിൽ പോകും പോലെയാണ് നമ്മളുടെ പ്രാർത്ഥനാ ജീവിതം. എപ്പോ നമുക്ക് വീട്ടിൽ നമ്മളുടെ കാര്യങ്ങൾ ഒതുങ്ങാതെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വയം നമ്മളുടെ കാര്യങ്ങൾ, നമ്മളുടെ ശാരീരിക പ്രയാസങ്ങൾ നമുക്ക് നിർത്താൻ പറ്റാതെ വരുന്നു, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ നിന്ന് പോയി നമ്മൾ ആശുപത്രിയിലേക്ക് പോകും. പലപ്പോഴും നമ്മളുടെ പ്രാർത്ഥനാ ജീവിതവും അങ്ങനെയാണ്. പ്രശ്നം കഠിനമാകുമ്പോൾ നമ്മൾ ഓടി അങ്ങോട്ട് ചെല്ലും, നമ്മൾ ദൈവസന്നിധിയിലേക്ക് ചെല്ലും, പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലും. പ്രിയമുള്ളവരെ, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു അത്യാഹിത വിഭാഗമല്ല. പ്രാർത്ഥന എന്നുള്ളത് നിരന്തരമായി നടക്കേണ്ട ഒന്നാണ്. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ വ്യക്തമായി പറയുന്നത് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. പ്രാർത്ഥന നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥന. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും, സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുക, ജാഗ്രതയുള്ള പ്രാർത്ഥന. നമ്മളുടെ പ്രാർത്ഥന എങ്ങനെയുണ്ട്? പലപ്പോഴും നമ്മൾ അധരങ്ങൾ കൊണ്ട് എന്തൊക്കെയോ ജൽപ്പനങ്ങൾ നടത്തുകയാണ്. കുറച്ചു കഴിഞ്ഞ് നമ്മളോട് എന്താ പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മളുടെ മനസ്സിൽ ആ കാര്യം പോലും ഉണ്ടാകില്ല. ജാഗ്രതയില്ല, ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധയില്ലാത്ത പ്രാർത്ഥന. ആത്മീയമായ ജാഗ്രതയോടെ പ്രാർത്ഥിക്കുവാനായിട്ടാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം, ഈ ജാഗ്രതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് ഏറ്റവും ഉചിതമായൊരു ഉദാഹരണം എന്നുള്ളത് നമ്മൾ ഈ സെക്യൂരിറ്റി ഗാർഡിനെ നിർത്തും. ഇപ്പോൾ ജാഗ്രതയുള്ള ഒരു സെക്യൂരിറ്റി ആണെങ്കിൽ എന്ത് ചെയ്യും? അവൻ ഭയങ്കര അലർട്ടായിരിക്കും. എവിടെന്നെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ, ആരെങ്കിലും ആ വഴി പോകുന്നുണ്ടോ, അവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ, അവൻ നിരീക്ഷണം നന്നായിട്ട് നടത്തും. ഇതാണ് ജാഗ്രതയോടെയുള്ള പ്രാർത്ഥന. മനസ്സിന്റെ താല്പര്യങ്ങൾ, ദൈവം നൽകുന്ന അവസരങ്ങൾ, ദൈവത്തിന്റെ നടത്തിപ്പ്, ദൈവത്തിന് ഹിതകരമായിട്ടുള്ളത്, അവന് പ്രസാദകരമല്ലാത്ത കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് വിശ്വാസിക്ക് എപ്പോഴും ജാഗ്രതയുണ്ടാകും. ഓരോ സംഭവങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും നടക്കുമ്പോൾ ജാഗ്രതയോടെ ഇരിക്കാൻ, ഉള്ളിലേക്ക് നോക്കുവാൻ, ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കുവാൻ ഈ ജാഗ്രത നമ്മളെ എപ്പോഴും സഹായിക്കും. ഇവിടെ വിശ്വാസിയോട് പറയുന്നതാണ് നമ്മൾ പ്രാർത്ഥനയിൽ ജാഗ്രത കാണിക്കുക എന്നുള്ളത്. മൂന്നാമതായിട്ട് നമുക്ക് അവിടെ കാണാം, പ്രാർത്ഥനയിൽ സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. നന്ദിയോടെ പ്രാർത്ഥിക്കുക, നന്ദി നിറഞ്ഞ പ്രാർത്ഥന. ആവശ്യങ്ങൾ മാത്രം നിരത്തുന്നത് അത് ശരിയായ പ്രാർത്ഥനയല്ല. നന്ദി പറയണം. പൗലോസ് തന്റെ ജീവിതത്തിൽ അവൻ പ്രാർത്ഥിക്കുന്നതും അവൻ ഉപദേശങ്ങൾ നൽകുന്നതും എല്ലാം
വലിയൊരു ഭാഗം അവൻ തടവറയിലായിരിക്കുമ്പോഴാണ് ഇതെല്ലാം അവൻ ചെയ്യുന്നത്. തടവറയ്ക്ക് അകത്തും ഇരുന്ന് ദൈവത്തിന് നന്ദി പറയാൻ പൗലോസിന് സാധിച്ചു. വിടുതൽ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവിന് നന്ദി പറയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. 2 രോഗികളുണ്ട് എങ്കിൽ ഒരു രോഗി ചെയ്തത്, അവന്റെ രോഗം സൗഖ്യമായപ്പോൾ അവൻ നന്ദി പറഞ്ഞു. മറ്റേ രോഗി ചെയ്തത്, രോഗത്തിന്റെ നടുവിലും അവൻ നന്ദി പറഞ്ഞു. രണ്ട് മനോഭാവമാണ്. പ്രതിസന്ധികളിലും നന്ദി പറയാൻ സാധിക്കുന്നതാണ് വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ ആഴം. എല്ലാം പരിഹരിക്കപ്പെട്ട് നന്ദി പറയുന്നതിനേക്കാൾ വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ ആഴം എന്നുള്ളത് പ്രശ്നങ്ങൾക്ക് നടുവിലും നന്ദി പറയാൻ സാധിക്കുന്നതാണ്. അത് ആ കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ കടന്നു പോകുന്ന പരിശോധനകളുടെ നടുവിൽ, ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ തീർന്നിട്ടും നന്ദി പറയാൻ എന്നുള്ളതല്ല, അത് തീരും എന്നത് മുൻകൂട്ടി കണ്ട് ഇപ്പോഴേ നന്ദി പറയാൻ സാധിക്കുന്നതാണ് വിശ്വാസത്തിന്റെ ആഴമെന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുക, സ്തോത്രത്തോടെ പ്രാർത്ഥനയിൽ ജാഗരിക്കുക. 4-ാമത്തെ കാര്യം ഇവിടെ പൗലോസ് പറയുന്നു. 1-ാമത്തെ കാര്യം നമ്മൾ കണ്ടു, അതിൽ നിരന്തരമായ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. 2 ജാഗ്രതയോടെയുള്ള പ്രാർത്ഥന. 3 സ്തോത്രത്തോടെയുള്ള പ്രാർത്ഥന. 4-ാമത്തെ കാര്യമാണ് ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 4-ാമത്തെ കാര്യം ഇതാണ്, സുവിശേഷ അവസരങ്ങൾക്കായി, സുവിശേഷത്തിനുള്ള അവസരങ്ങൾക്കായി പ്രാർത്ഥിക്കും. പൗലോസ് ഇതെല്ലാം തടവറയിൽ ഇരുന്ന് അവൻ പ്രാർത്ഥിക്കുന്നത് തടവറ മാറ്റാനല്ല അവൻ പ്രാർത്ഥിക്കുന്നത്, സുവിശേഷത്തിനുള്ള അവസരത്തിനായിട്ട് അവൻ പ്രാർത്ഥിച്ചു. കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അവൻ സുവിശേഷ വേല നിർവഹിച്ചു. കാരാഗ്രഹത്തിൽ ഇരിക്കുമ്പോഴും അവന്റെ ഉള്ളിലെ ആഗ്രഹം ഇതാണ്, സുവിശേഷം പങ്കുവയ്ക്കാനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് പൗലോസിന്റെ ആഗ്രഹം. പ്രിയമുള്ളവരെ, പലപ്പോഴും പരിമിതമാണ് നമ്മളുടെ പ്രാർത്ഥന. എൻ്റെ സൗഖ്യവും എൻ്റെ ആവശ്യങ്ങളും മാത്രമാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ സുവിശേഷ വേല എന്നുള്ളതും നമ്മളുടെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാകട്ടെ. ഒരുപക്ഷെ നമുക്കതിനു വേണ്ടി ചെല്ലാനോ ചെയ്യാനോ നമുക്ക് സാധിക്കുന്നില്ലായിരിക്കാം, എന്നാൽ അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും. സുവിശേഷത്തിനുള്ള വാതിലുകൾ തുറന്നു കിട്ടാൻ, സുവിശേഷത്തിനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടാൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇവിടെ പൗലോസ് വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടു എന്താണ് ഈ പുതിയ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, ബന്ധങ്ങളിൽ വരുന്ന മാറ്റം, ഭവനത്തിൽ വരുന്ന മാറ്റം, ജോലിസ്ഥലത്ത് വരുന്ന മാറ്റം, പ്രാർത്ഥനയിൽ കടന്നു വരുന്ന മാറ്റം. വീണ്ടും നമ്മൾ തുടർന്ന് അതിൻ്റെ 5-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ പരാമർശിക്കുന്നത് നമുക്ക് കാണാം. 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവിൻ, ഓരോരുത്തനോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കും. 2 കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത്.
ഒന്ന് നമ്മുടെ പ്രവൃത്തി, രണ്ട് നമ്മുടെ സംസാരം. ഈ രണ്ട് കാര്യങ്ങളും വിശ്വാസികൾ ശ്രദ്ധിക്കണം. എസ്പെഷ്യലി, പ്രത്യേകിച്ച് എപ്പോൾ പുറത്തുള്ളവരോട് പെരുമാറുമ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വിശ്വാസത്തിലല്ലാത്തവരോട് അഥവാ അവിശ്വാസികളോട് പെരുമാറുമ്പോൾ നമ്മളുടെ വാക്കും നമ്മളുടെ പ്രവൃത്തിയും നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളത് ഇവിടെ നമ്മളോട് പറയുകയാണ്. എങ്ങനെ പെരുമാറാനാണ് ഇവിടെ പറയുന്നത്? ജ്ഞാനത്തോടെ പെരുമാറുക. നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സന്ദേശം എന്നുള്ളത് നമ്മളുടെ ജീവിതമാണ്. ജീവിതം സംസാരിക്കും. വാക്കുകളിലൂടെ മാത്രമല്ല സന്ദേശങ്ങൾ വരുന്നത്, നമ്മളുടെ ജീവിതത്തിലൂടെയും നമുക്ക് സന്ദേശങ്ങൾ കൈമാറാൻ സാധിക്കും. ഏറ്റവും ലൗഡായിട്ടുള്ള ശബ്ദം എന്ന് പറയുന്നത്, ഏറ്റവും ഉച്ചത്തിലുള്ള ശബ്ദം എന്ന് പറയുന്നത് ജീവിതമാണ്. ഏറ്റവും ഉച്ചത്തിലുള്ള ശബ്ദം. ഇവിടെ അവിശ്വാസികളോട് പെരുമാറുമ്പോൾ അല്ലെ, പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവാൻ ഇവിടെ നമ്മെ ഉപദേശിക്കുക. ഭക്ഷണത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഉപ്പ്. നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുമോ ഉപ്പ്? ഇല്ല, നമുക്കതൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷെ നമുക്കറിയാം അതിൽ ഉപ്പ് ഉണ്ടോ ഇല്ലയോ, കൂടുതലാണോ കുറവാണോ എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഒരുപക്ഷെ നമുക്ക് വാക്കുകൾ കൊണ്ട് നമുക്കൊന്നും പറയാനോ വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കാനോ ഒന്നും സാധിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിന് ഒരു സന്ദേശമുണ്ട്. പലപ്പോഴും കേൾക്കാൻ സാധിക്കുന്ന നമുക്ക് മരണ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ആ ജീവിതത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു മൊത്തത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. ജീവിതത്തിനൊരു സന്ദേശമുണ്ട്, നമ്മുടെ പ്രവൃത്തികൾക്കൊരു സന്ദേശമുണ്ട്. ഇവിടെ പെരുമാറുമ്പോൾ, പുറത്തുള്ളവരോട് പെരുമാറുമ്പോൾ അത് നമ്മൾ വിവേകത്തോടെ പെരുമാറണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ചില ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, പാല് വാങ്ങിക്കാൻ പാൽ സൊസൈറ്റിയിൽ ചെല്ലുമ്പോൾ, അവിടെ ചെല്ലുമ്പോഴുള്ള നമ്മളുടെ സംസാരം, റേഷൻ വാങ്ങാൻ റേഷൻ കടയിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള നമ്മളുടെ സംസാരം, നമുക്ക് ഏറ്റവും അടുത്തുള്ള കടയിൽ ചെന്നിരിക്കുമ്പോൾ അവിടെയുള്ള നമ്മളുടെ സംസാരം, അവിടെയുള്ള നമ്മളുടെ പ്രവൃത്തി, പുറത്തുള്ളവരോട് നമ്മൾ എപ്രകാരമാണ് പെരുമാറുന്നത്, ഇത് ക്രിസ്തീയ സാക്ഷ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം പ്രവൃത്തി, വിവേകത്തോടെ ജ്ഞാനത്തോടെ പ്രവർത്തിക്കുക. രണ്ടാമത്തെ കാര്യം, ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കും. ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ സംസാരത്തെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെ നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. കൃപയുള്ളതും സത്യമായതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായ വാക്കുകൾ, സംസാരങ്ങൾ, മറ്റുള്ളവർക്ക് സൗഖ്യം നൽകുന്ന, മറ്റുള്ളവരെ പണിയുന്ന വാക്കുകളും സംസാരങ്ങളുമായിരിക്കണം വിശ്വാസിക്കുണ്ടാകേണ്ടത് എന്നുള്ളത് ഇവിടെ നിന്ന് നമുക്ക് അറിയാം. ചില വാക്കുകൾ നമ്മളെ മുറിപ്പെടുത്തുന്നതാണ്, എന്നാൽ ചില വാക്കുകൾ നമുക്ക് സൗഖ്യം നൽകുന്നതാണ്. നമ്മുടെ വാക്കുകൾ എപ്രകാരമുള്ളതാണ്? മുറിപ്പെടുത്തുന്നതോ അതോ സൗഖ്യമാകും? പണിയുന്നതോ അതോ തകർക്കുന്നതോ? പണിയുന്ന, സൗഖ്യപ്പെടുത്തുന്ന വാക്കുകൾ നമ്മളുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുമ്പോൾ അത് ഏറ്റവും കൃപയുള്ളതാണ്. ആത്മാക്കളെ പണിയുവാൻ അത് നമ്മെ സഹായിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒരു വിശ്വാസി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തുടർന്ന് താഴേക്കുള്ള ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ അടുത്ത വാക്യം അവിടെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്:
അവിടെ ക്രിസ്തീയ കൂട്ടായ്മയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി തരുന്നതാണ് ആ ഭാഗം. അവിടെ ചില പൗലോസ് തൻ്റെ വേലയിൽ തന്നെ സഹായിച്ചിട്ടുള്ളവരുടെ പേരുകൾ അവൻ എടുത്തു പറയുകയാണ്. അവിടെ നമുക്കൊന്ന് ഓടിച്ച് വായിക്കാം. എൻ്റെ അവസ്ഥയൊക്കെയും കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹഭൃത്യനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും. അപ്പോൾ നമുക്ക് അവിടെ പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് തിഹിക്കോസ്. നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാനുമായി ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായ ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോട് കൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇവിടുത്തെ അവസ്ഥ എല്ലാം അവർ നിങ്ങളോട് അറിയിക്കും. തിഹിക്കോസും ഒനേസിമോസും രണ്ടുപേരും ഒരുമിച്ച് പൗലോസ് ഏൽപ്പിച്ച ദൗത്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ഇവർ രണ്ടുപേരും ചേർന്ന് നിർവഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. 10-ാമത്തെ വാക്യം, എൻ്റെ സഹബദ്ധനായ അരിസ്തർഹോസും ബർനബാസിന്റെ മച്ചുനനായ മർക്കോസും. അത് അടുത്ത ഭാഗം അത് ബ്രാക്കറ്റിൽ എഴുതിയേക്കും പോലെയാണ് നമ്മളത് വായിക്കേണ്ടത്. മർക്കോസിനെ പറ്റിയിട്ട് പറയുന്നതാണ്. അവനെ കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ, അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവിൻ. മർക്കോസിനെ പറ്റി പറയുന്നതാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും, പിന്നെ യുസ്തോസ് എന്ന് പറയുന്ന യേശുവും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അപ്പോൾ അവിടെ 3 പേരെ പരിചയപ്പെടുത്തുന്നു. അരിസ്തർഹോസും മർക്കോസും യുസ്തോസ് എന്ന് പറയുന്ന യേശു. തുടർന്ന് പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു. അപ്പൊ ഈ 3 പേരും പൗലോസിന് ഏറെ ആശ്വാസകരമായി തീരുന്നു. പരിച്ഛേദനക്കാരിൽ നിന്നുള്ളവരാണ്. അപ്പോൾ ഇവർ പൗലോസിന് ഏറെ ആശ്വാസമായിരുന്നു. 12-ാമത്തെ വാക്യം, നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തു യേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. എപ്പഫ്രാസ് അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ലവോദിക്കക്കാർക്കും ഹീരപ്പൊലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി. വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, പൗലോസ് തൻ്റെ സുവിശേഷ വേലയിൽ പൗലോസ് ഇവരുടെ ഒക്കെ സഹായം പൗലോസിന് ലഭിച്ചു. ഒരു മനസ്സോടെ നിന്നതുകൊണ്ട് മാത്രമാണ് പൗലോസും തടവറയിലാണെങ്കിൽ പോലും ഇത്രയും കാര്യങ്ങൾ പുറത്ത് നിയന്ത്രിക്കാനും പറയാനും ചെയ്യാനും എടുക്കാനും ഒക്കെ ആയിട്ട് സാധിച്ചു. ഇവിടെ 2 പദങ്ങൾ പല ആവർത്തി ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാം. ഒന്ന് പ്രിയൻ, 2 വിശ്വസ്ത. പൗലോസിന് പ്രിയരായ ചിലർ, വിശ്വസ്തരായ ചിലർ, ഇവരിലൂടെയാണ് പൗലോസ് തടവറയിലാണെങ്കിൽ പോലും പ്രിയരായ വിശ്വസ്തരായ തൻ്റെ സഹപ്രവർത്തകരോടുകൂടെ ആ വേല മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പൗലോസ് കഴിഞ്ഞത്. പ്രിയമുള്ളവരെ, സുവിശേഷ വേല എന്നുള്ളത് മാത്രമല്ല, ക്രിസ്തീയത എന്നുള്ളത് തന്നെ അതൊരു ടീം വർക്കാണ്. പരസ്പരം സഹായിക്കുന്നതാണ്, പരസ്പരം ചേർന്ന് നിൽക്കുന്നതാണ്, ഒരുമനപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഇവിടെ പൗലോസിനെ ആ കാര്യത്തിൽ സഹായിച്ച, പൗലോസിനും വിശ്വാസികൾക്കും ഇടയിൽ ഒരു പാലമായി നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഓരോരുത്തരെയും പൗലോസ് എടുത്തു പറയുന്നത് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ചിലർ പ്രാർത്ഥനയിൽ ജാഗരിച്ചു, പ്രാർത്ഥനയിൽ പോരാടി. ചിലർ സന്ദേശവുമായിട്ട് വിശ്വാസികളുടെ ഇടയിലേക്ക് കടന്നു ചെന്നു, അല്ലെ? പല തരത്തിലുള്ളവരെ ചിലർ വിശ്വസ്തരായിട്ട് നിന്നു. ചിലർ മുന്നമേ പ്രയോജനമില്ലാത്ത ഒനേസിമോസിനെ പോലെയുള്ളവർ, അവരുടെ ജീവിതം മാറി അവർ ആ വേലയിൽ അവർ പങ്കുചേർന്നതായിട്ട് നമുക്ക് കാണാം. എപ്പഫ്രാസിനെ പോലെ പ്രാർത്ഥനയിൽ, വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിൽ ജാഗരിക്കുന്ന ചിലരെ നമുക്ക് കാണാം. ലൂക്കോസിനെ പോലെ വിശ്വസ്തരായ ചില സുഹൃത്തുക്കളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ളവരൊക്കെയും നിന്നതുകൊണ്ടാണ് പൗലോസിന് ആ വേല നന്നായി ചെയ്യുവാനായിട്ട് സാധിച്ചത്. 4-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഒരു ഉത്തരവാദിത്തമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്താണ് വ്യക്തിപരമായ ചില ഉത്തരവാദിത്തങ്ങൾ? 15-ാം വാക്യം,
ലവോദിക്കയിലെ സഹോദരന്മാർക്ക് നുംഫയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചൊല്ലുവിൻ. നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലവോദിക്ക സഭയിൽ കൂടെ വായിപ്പിക്കുകയും ലവോദിക്കയിൽ നിന്നുള്ളത് നിങ്ങളും വായിക്കുകയും ചെയ്യുവിൻ. അർഹിപ്പോസിനോട് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണം എന്ന് പറയും. കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണം എന്ന് അർഹിപ്പോസിനോട് പറയും. ഇന്ന് നമുക്കുള്ള സന്ദേശം ഇതാണ്. കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ തികയ്ക്കാൻ നോക്കണം. ഒരു ശുശ്രൂഷ പോലും ലഭിക്കാത്ത ഒരു വിശ്വാസിയില്ല. ഒരു വിളി പോലും കിട്ടാത്ത ഒരു വിശ്വാസിയില്ല. ഇന്ന് ഈ വചനത്തിന്റെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്ന നാം ഓരോരുത്തർക്കും ദൈവം നമ്മെ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. ദൈവം ചില ഉത്തരവാദിത്തങ്ങൾ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. എപ്പഫ്രാസിനെ പോലെ ആയിരിക്കാം, തിഹിക്കോസിനെ പോലെ ആയിരിക്കാം, ഒനേസീമോസിനെ പോലെ ആയിരിക്കാം, മർക്കോസിനെ പോലെ ആയിരിക്കാം, ലൂക്കോസിനെ പോലെ ആയിരിക്കാം. എന്താണ് ദൈവം നമ്മെ വിളിച്ച കാര്യം? എന്താണ് ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം? എന്താണ്? ഇന്ന് നമ്മളോടുള്ള ശബ്ദം ഇതാണ്. കർത്താവിൽ നമുക്ക് ലഭിച്ച ശുശ്രൂഷ തികയ്ക്കണം. കർത്താവിൽ നമുക്ക് ലഭിച്ച ഒരു ശുശ്രൂഷയുണ്ട്. കംപ്ലീറ്റ് യുവർ മിനിസ്ട്രി. ശുശ്രൂഷ തികയ്ക്കുക. നമുക്കറിയാം, ഒരു റിലേ മത്സരമാണെങ്കിൽ ഒരാൾ ഓടുന്നത് കൊണ്ട് ആ കോമ്പറ്റീഷൻ ജയിക്കില്ല. എല്ലാവരും ഓടി ഏറ്റവും ഒടുവിൽ അവസാനത്തെ ആളും അതിലേക്ക് കടന്നു വരുമ്പോഴാണ് അതിൽ ജയം വരുന്നത്. പ്രിയമുള്ളവരെ, ഒരാൾക്ക് മാത്രമായിട്ട് ഈ ഓട്ടം ഓടുവാൻ സാധിക്കില്ല. ഓരോ വിശ്വാസിക്കും ദൈവം നൽകുന്ന ചില അസൈൻമെന്റുകളുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ദൈവം ചില അസൈൻമെന്റുകൾ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താണ് ദൈവം നമ്മെ ഏൽപ്പിച്ച അസൈൻമെന്റ്? എന്താണ് അതിന്റെ ഇന്നത്തെ അവസ്ഥ? എന്താണ് അതിന്റെ സ്റ്റാറ്റസ്? അസൈൻമെന്റ് എത്രത്തോളം പൂർത്തിയാക്കി? അത് പൂർത്തിയാകുന്നത് നാം ഓട്ടം തികച്ച് ആ ബാറ്റൺ അടുത്തയാൾക്ക് കൈമാറുമ്പോഴാണ്. ആ ഓട്ടം ശുശ്രൂഷ തികയുന്നത് അവിടെയാണ്. ഞാൻ ഓടി ആ ബാറ്റൺ എറിഞ്ഞു കളയുമ്പോഴല്ല, നിലത്ത് വെക്കുമ്പോഴല്ല അത് പൂർത്തിയാകുന്നത്. ആ ബാറ്റൺ കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴാണ് ആ ശുശ്രൂഷ തികയുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ. ഒരു റിലേ മത്സരത്തിൽ ഒരാൾ തോറ്റാൽ എല്ലാവരും തോൽക്കും. ഒരാൾ ബാറ്റൺ താഴെ വെച്ചാൽ ഓടിയവർക്കൊക്കെ പരാജയം വരും. ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ തികയ്ക്കുവാൻ അർഹിപ്പോസിനോട് പറഞ്ഞതുപോലെ കർത്താവിൽ നമുക്ക് ലഭിച്ച ഉത്തരവാദിത്വം, നമുക്ക് ലഭിച്ച വിളി, അത് പൂർത്തിയാക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവസാനത്തെ വാക്യം ഇങ്ങനെയാണ്. പൗലോസ് ആയ എൻ്റെ സ്വന്തം കയ്യാലെ വന്ദനം. എൻ്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവിൻ, കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. പൗലോസിൻ്റെ ഈ ബന്ധനം എന്നുള്ളത് അത് അവൻ പറയുന്ന ഓരോ കാര്യങ്ങളും അവനുള്ള ബന്ധനങ്ങളാണ്. പ്രിയമുള്ളവരെ, അവൻ വിശ്വസ്തനായിരിക്കാൻ നമ്മെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കുകയാണ്. ഒരു ബന്ധനം എന്നുള്ളത് അത് കർത്താവിൽ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വമാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ചില അസൈൻമെന്റ്സ് ആണ്. അത് നന്നായി പൂർത്തിയാക്കി നല്ല രീതിയിൽ അത് നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ തികയ്ക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനുള്ള പ്രാർത്ഥനയും വാഞ്ചയും നമ്മളുടെ ഹൃദയങ്ങളിൽ അമിതമായിട്ട് അവൻ നമ്മിൽ വളർത്തട്ടെ. നമ്മളുടെ ബന്ധങ്ങളിൽ നമുക്ക് അവനെ കാണിക്കണം. നമ്മളുടെ ജോലി സ്ഥലത്ത് നമുക്ക് അവനെ കാണിക്കണം. നമ്മളുടെ പ്രാർത്ഥനയിൽ അതുണ്ടാകണം. പ്രിയമുള്ളവരെ, പുറത്തുള്ളവരോടുള്ള നമ്മളുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും അത്
പ്രകടമാകണം. ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ തികയ്ക്കണം. ഇത്രയും കാര്യങ്ങളിലേക്ക് ദൈവവചനം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുകയാണ് ദൈവമേ. ഞങ്ങളുടെ ജീവിതം നീ ഞങ്ങൾക്ക് ദാനമായി തന്നതാണ്. ഈ ജീവിതം എവിടെയൊക്കെയോ എപ്പോഴൊക്കെയോ തീർന്നു പോകാമായിരുന്ന ജീവിതത്തെ നീ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവന്ന് നീ ഞങ്ങൾക്ക് നീട്ടിത്തന്ന ആയുസ്സാണ് ഇത്രയുമെല്ലാം. ഞങ്ങളുടെ പ്രായത്തിലുള്ള പലരും കർത്താവെ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടപ്പോൾ നീ ഞങ്ങളെ ജീവനോടെ നിർത്തി. നിനക്ക് അതിനൊരു ഉദ്ദേശമുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയാണ്. ഞങ്ങളുടെ പ്രാർത്ഥനയിലും ജീവിതത്തിലും സാക്ഷ്യത്തിലും കർത്താവെ ഞങ്ങളുടെ പെരുമാറ്റത്തിലും സംസാരത്തിലുമെല്ലാം കൂടുതൽ ഭയത്തോടും ജാഗ്രതയോടും കൂടെ നിൽപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ശുശ്രൂഷ അത് തികയ്ക്കാൻ, നന്നായി ചെയ്യുവാൻ നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ.